ഞായറാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണിയായിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ അമ്പാടിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് പറയുന്നത് രുദ്രയിലേക്കാണ് ഇട്ട്. രുദ്ര സ്കൂൾ ഓഫ് ഡാൻസ്. ചെറുപ്പത്തിലൊക്കെ ഡാൻസ് പഠിക്കാൻ ഇഷ്ടമുണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്തവർ ഒരുപാട് ഉണ്ടാവൂലേ. അതിലുള്ള വിഷമം തീർക്കാനൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എന്നെയൊക്കെ ചെറുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി കൊണ്ടുവിട്ടപ്പോൾ അന്നൊന്നും അതിൻ്റെ വാല്യൂ അറിയാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയ ആളാണ് ഞാൻ കേട്ടോ. പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ പഠിച്ചിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം തോന്നിയത് കേട്ടോ. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കണം എന്നൊക്കെ കരുതി. പക്ഷെ 2 ആൺകുട്ടികളായിപ്പോയി കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രുദ്രയിലെത്തിയത്. ഇവിടെ കുട്ടികൾക്കായാലും പാരൻസിനായാലും ഒക്കെ യൂണിഫോം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് പോയി വരാനും കൂടി ഉള്ളതുകൊണ്ട് ടീച്ചറോട് പെർമിഷൻ വാങ്ങിയിട്ടാണ് കേട്ടോ കളർ ഡ്രസ്സ് ഇട്ട്. എന്തായാലും ക്ലാസ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് 2:30 തുടങ്ങും കേട്ടോ. ഞാൻ എന്തായാലും ലേറ്റായിട്ട് നമുക്ക് പതുക്കെ കണ്ട് കയറി ചെല്ലാം. ഈ കുടുകുടാ ചിരി കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. ആളുടെ അരങ്ങത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടോ. ഞങ്ങൾ കണ്ടില്ലേ ശ്വാസം പിടിച്ച് കളിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതെ ഭയങ്കര ഫ്രണ്ട്ലി വൈബാണ്. ചിലപ്പോൾ ടീച്ചറേ എന്നുള്ളത് എടിപ്പൊടിന്ന് വരെ ആയിപ്പോട്ടോ. അത്രയ്ക്ക് എന്താ പറയുക, നമുക്ക് എവിടേക്കോ നഷ്ടമായിട്ടുള്ള ഒരു സ്കൂൾ ലൈഫ്, ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരു തിരിച്ച് കിട്ടിയ ഫീലാണ് കേട്ടോ ഞങ്ങൾക്ക് രുദ്രയിലെത്തിയപ്പോൾ കിട്ടിയത്. ഇത് കീർത്തന, എൻ്റെ മാമിൻ്റെ മോളാട്ടോ. ഇന്ന് ന്യൂ അഡ്മിഷനാണ്. അവൾ ഇതേപോലെ തന്നെ ചെറിയ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അന്നൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അതേ അവളുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് വരികയാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരും അതുപോലെ പാരൻസായിട്ട് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഇതിനായിട്ട് ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റിയേക്കുന്ന ഒരുപാട് പേര് രുദ്രയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ 2-3 വർഷമൊക്കെ ആയ കുട്ടികളാണ്. ഞാനൊരു 3-4 മാസമായിട്ടുള്ള രുദ്രയിൽ ജോയിൻ ചെയ്തിട്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ ടീച്ചർ ഒരുമിച്ച് തന്നെയാണ് ക്ലാസ്. പക്ഷേ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ ക്ലാസ്സൊക്കെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ പരിപാടി. ടീച്ചർ പിന്നെ ടീച്ചർ പട്ടം അങ്ങോട്ട് ഉരി വെച്ച് ഞങ്ങളിൽ ഒരാളായിട്ടായിട്ട് ഇഴുകി ചേരും. ഇവരൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ ശ്രീമതി കലാമണ്ഡലം കുസുമം. ഡാൻസ് മാസ്റ്റർ വിക്രം. ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞൊരു നമ്മളൊരു ഡാൻസ് ടീച്ചർ അങ്ങനെ ഒരു ഇതല്ല കേട്ടോ. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആണ്. ഇവരെല്ലാരും വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ഇവിടെ കളി കണ്ടോ, ഭയങ്കര ഹാപ്പി, നല്ലൊരു എന്താ പറയുക ചിൽ മൂഡാണ്. പിന്നെ ഇയാള് വിൻസി, ഇത് ബാങ്ക് മാനേജറാണ്. കണ്ട ഒരു ലുക്കിൽ തന്നെ ഉള്ളൂ, പക്ഷെ ശരിക്കും മാനേജറാണ്. ഇത് ടീച്ചറാണ്. കലാമണ്ഡലം അശ്വതി. വളർന്നു വരുന്നത് ഞാൻ എന്നെ തന്നെ അഭിസംബോധന ചെയ്യുന്നത്. ഞാനിപ്പോൾ മനസ്സറിഞ്ഞ് ഉള്ളു തുറന്ന് ഈ ചിരിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ഭർത്താവിനോട് തന്നെയാണ് കേട്ടോ. 2ാമത്തെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ജോലിക്ക് ഒന്നിനും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടിയിരുന്ന എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളൊരു സ്ട്രെസ് അനുഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതുപോലെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് കേട്ടാൽ മനസ്സിലാവും. ആ സമയത്താണ് ഏട്ടൻ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാനായിട്ടാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നിനക്ക് ഡാൻസ് ഇഷ്ടമല്ലേ എന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ അന്വേഷിച്ച് രുദ്രയിലെത്തിയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ രുദ്രയിലെത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്. നമ്മുടെ വൈബിലുള്ള ഒരുപാട് കൂട്ടുകാർ, സത്യം പറഞ്ഞാൽ ഒരു ബാക്ക് ടു സ്കൂൾ എത്തിയൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ എനിക്കിവിടെ. ഒരുപാട് സന്തോഷം. നീയ ടീച്ചറോടാണ് അതിന് ഭയങ്കര ആയിട്ട് എനിക്ക് കടപ്പാട്. കാരണം ടീച്ചർ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് രുദ്രയിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. വീട്ടിലിങ്ങനെ ഇരുന്ന് ചടക്കേണ്ട, നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ കുറച്ചൊക്കെ നമുക്കും വേണ്ടേ. പറഞ്ഞു ഇത് എവിടെയാന്ന് പറയാൻ മറന്നു കേട്ടോ. അതായത് രുദ്ര ഡാൻസ് ഓഫ് സ്കൂൾ ഉള്ളത് മുക്കോല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. പരപ്പനാടി താനൂർ ഭാഗത്തുള്ളവർക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇത് ബസ് ഇറങ്ങിയാൽ തൊട്ട് മുന്നിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.